യുഎസിലെ ദേവാലയത്തിൽ അതിക്രമിച്ച് കയറി വെഞ്ചരിച്ച വെള്ളത്തിൽ മദ്യമൊഴിച്ചയാളെ അറസ്റ്റ് ചെയ്തു. ക്രിസ്തുമസ് ദിനത്തിലെ ചടങ്ങുകൾക്കിടയിലായിരുന്നു സംഭവം. 56-കാരനായ വോൺ ഗോഡ്സ് എന്നയാളെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അവന്യൂവിലെ ഹോളി ഏഞ്ചൽസ് ദേവാലയത്തിലായിരുന്നു ഇയാൾ ആദ്യം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത്. ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ഇയാൾ അൾത്താരയിലേക്ക് അതിക്രമിച്ച് കയറി തൻ്റെ കൈവശമുള്ള ഒരു ഉള്ളി അവിടേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും തന്ത്രപൂർവ്വം അവിടെ നിന്നും കടന്നുകളയുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം ലിയാന ടൗണിലെ സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലേക്ക് എത്തിയ ഇയാൾ ദേവാലയത്തിൽ സൂക്ഷിച്ച വെഞ്ചരിച്ച വെള്ളത്തിൽ മദ്യമൊഴിക്കുകയും ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങൾക്കെത്തിയ വിശ്വാസികളെ ഭയപ്പെടുത്തുകയും ചെയ്തു. ഇടവകക്കാർ വളരെ ധൈര്യപൂർവ്വം വോൺ ഗോഡ്സിനെ ദേവാലയത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ അവരെ മദ്യക്കുപ്പി കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നവരെ അക്രമിയെ തടഞ്ഞുവെക്കാൻ ഇടവകക്കാർക്ക് സാധിച്ചിരുന്നു. പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തിയ ശേഷം അക്രമിയെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് നിരവധി ഗുരുതരമായ വകുപ്പുകൾ ചാർത്തി ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു.